നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഹരിവംശറായ് ബച്ചൻ എഴുതിയ നീലി ചിടിയ എന്ന കവിതയും ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കവിതയുടെ പേരെന്താണ്? നീലി ചിടിയ എന്നാണല്ലേ. ഇപ്പൊ നീലി എന്ന് പറഞ്ഞാല് നീല, ബ്ലൂ കളർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹിന്ദിയിൽ നീലയ്ക്ക് നീല എന്ന് തന്നെയാണ് പറയുന്നത്. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, ബേർഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്താ വരുന്നത്? ഇത് നീല പക്ഷി എന്നാണ് നമ്മുടെ കവിതയുടെ പേര് വരുന്നത്. അപ്പൊ നമുക്കിനി നമ്മുടെ കവിതയിലേക്ക് കിടക്കാം. ആദ്യത്തെ 4 വരി ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രമിക്കുക. നീലേ ആസ്മാൻ സേ ഉത്തരി नीली एक निराली चिड़िया गाती उड़ने वाली चिड़िया उड़ती गाने वाली चिड़िया. ഹിന്ദി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം വാക്കുകളുടെ അർത്ഥം അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വാക്കുകളുടെ അർത്ഥമൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഓരോ വാക്കിന്റെയും അർത്ഥം അതിന്റെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി വായിക്കുക. എന്നിട്ട് അർത്ഥങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലോ എഴുതി വെച്ചിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കവിത മനസ്സിലാക്കാനും എക്സാമിന് ചോദ്യങ്ങൾ വന്നാല് അടിപൊളിയായിട്ട് ഉത്തരം എഴുതാനൊക്കെ പറ്റും. അപ്പൊ നമുക്കിനി അർത്ഥം നോക്കാം. നീല എന്ന് പറഞ്ഞാല് നീല, ആസ്മാൻ എന്ന് പറഞ്ഞാല് ആകാശം, സ്കൈ. ഹിന്ദിയില് ആസ്മാന് ആകാശം എന്നും കൂടി പറയും. അതായത് ആകാശത്തിന് ആസ്മാൻ എന്നുള്ള വാക്കുണ്ട്, ആകാശം എന്നുള്ള വാക്കുണ്ട്. ഒരേ അർത്ഥമുള്ള 2 വാക്കുകളാണിത്. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റില് സമാനമായ അർത്ഥമുള്ള വാക്ക് കവിതയിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കവിത പഠിക്കുമ്പോ തന്നെ അതും കൂടെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡില് അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ പ്രത്യേകമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ടെക്സ്റ്റിലേക്ക് എടുത്തെഴുതുക. നീല ആസ്മാൻ എന്ന് പറഞ്ഞാല് നീലാകാശം, ആസ്മാൻസി എന്ന് പറഞ്ഞാല് ആകാശത്തിൽ നിന്ന്, നീല ആസ്മാൻസി എന്ന് പറഞ്ഞാല് നീലാകാശത്തിൽ നിന്ന്, ഉത്തരി, ഉത്തരി എന്ന് പറഞ്ഞാല് ഇറങ്ങി, നീലിയേക്ക് നിരാലി ചിടിയ, നീലി എന്ന് പറഞ്ഞാല് നീല, ബ്ലൂ, ഏക്ക് എന്ന് പറഞ്ഞാല് ഒന്ന്, ഒരു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നിരാലി എന്ന് പറഞ്ഞാല് അതുല്യമായ, ഹിന്ദിയിൽ അതിന് വേറൊരു വാക്കും കൂടിയും പറയും, അനോഖ എന്നുള്ളത്. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, ബേർഡ് എന്നുള്ള അർത്ഥാണ്. ഹിന്ദിയിൽ അതിന് പക്ഷി എന്നുകൂടെ പറയും. നീലിയേക്ക് നിരാലി ചിടിയ എന്ന് പറഞ്ഞാല് നീല ഒരു അതുല്യമായ പക്ഷി എന്നുള്ളതാണ് ഈ 2ാമത്തെ വരിയുടെ അർത്ഥം വരുന്നത്. അപ്പോൾ സമാനമായ അർത്ഥമുള്ള വാക്കുകൾ റെഡ് ബോക്സിൽ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് മറക്കാതെ എഴുതിയെടുക്കുക. ഇനി അടുത്ത വരി വായിക്കാം. ഗാത്തി ഉണ്ണേ വാലി ചിടിയ, ഗാത്തി എന്ന് പറഞ്ഞാല് പാടിക്കൊണ്ട്, ഉണ്ണേ വാലി പറക്കുന്ന, ചിടിയ പക്ഷി, പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി, ഉടുത്തി ഗാനേ വാലി ചിടിയ, ഉടുത്തി ഗാനേ വാലി, ഗാനേ വാലി എന്ന് പറഞ്ഞാല് പാടുന്ന, പറന്നുകൊണ്ട് പാടുന്ന പക്ഷി. ഇപ്പൊ 3ാമത്തെ വരി പാടിക്കൊണ്ട് പറന്നു പോകുന്ന പക്ഷി, 4ാമത്തെ വരി പറന്നുകൊണ്ട് പാടുന്ന പക്ഷി. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്താ? ഉണ്ണേവാലി, ഗാനേവാലി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ 4 വരിയുടെയും മലയാള അർത്ഥം വരുന്നത് നീലാകാശത്തിൽ നിന്ന് ഇറങ്ങി, നീല ഒരു അതുല്യമായ പക്ഷി, പാടിക്കൊണ്ട് പറന്നു പോകുന്ന പക്ഷി, പറന്നുകൊണ്ട് പാടുന്ന പക്ഷി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया, इन पत्तों में उन पत्तों में छिपकर गाने वाली चिड़िया. इस फुनगी से, ഫുനഗി എന്ന് പറഞ്ഞാല് ചില്ലയുടെ അറ്റം. ഇപ്പൊ ഹിന്ദിയിൽ ഇതിന് സമാനമായ വേറൊരു വാക്കുണ്ട്, ഡാലി എന്നുള്ളത്. അതിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കി എഴുതുക. അപ്പോ ഇസ് ഫുനഗി സെ ഉസ് ഫുനഗി പർ, ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക്, ഉടുക്കർ ജാനി വാലി ചിടിയ, ഉടുക്കർ ജാനി വാലി എന്ന് പറഞ്ഞാല് പറന്നു പോകുന്ന, ചിടിയ പക്ഷി, ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക് പറന്നു
പോകുന്ന പക്ഷി എന്നാണ് ഈ രണ്ട് വരികളുടെ അർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനെ വാലി ചിടിയ. പത്ത എന്ന് പറഞ്ഞാല് ഇല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഈ ഇലകളിലും ആ ഇലകളിലും ചിപ്കർ മറഞ്ഞിരുന്നു കൊണ്ട്, ഗാനെ വാലി പാടുന്ന, ചിടിയ പക്ഷി. ഈ ഇലകളിലും ആ ഇലകളിലും മറഞ്ഞിരുന്ന് പാടുന്ന പക്ഷി. ഇപ്പൊ ഈ 4 വരികളുടെ അർത്ഥം മനസ്സിലായോ? ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി, ഈ ഇലകളിലും ആ ഇലകളിലും മറഞ്ഞിരുന്നു കൊണ്ട് പാടുന്ന പക്ഷി എന്നാണ് ഈ വരികളുടെ അർത്ഥം വരുന്നത്. ഇവിടെ നമ്മുടെ കവി പറയുന്നത് പക്ഷി ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് പറന്നു പോകുന്നതിനെ കുറിച്ചും, പിന്നെ ഇലകളുടെ മറവിലൊക്കെ നിന്നിട്ട് പാട്ട് പാടില്ലേ, നമ്മൾ പക്ഷിയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കും, പക്ഷെ അതിനെ കാണാനുണ്ടാവില്ല, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ബാക്കി കവിത നമുക്ക് വായിച്ചു നോക്കാം. पर फटकाकर नीचे आकर दाना खाने वाली चिड़िया, दाना खाकर पर फटकाकर चढ़ उड़ जाने वाली चिड़िया. पर फटकाकर नीचे आकर. पर എന്ന് പറഞ്ഞാല് ചിറക്, ഹിന്ദിയിൽ അതിന് പങ്ക് എന്നും കൂടെ പറയും. पर फटकाकर എന്ന് പറഞ്ഞാല് ചിറകടിച്ചുകൊണ്ട്, നീച്ചയാക്കർ താഴേക്ക് വന്ന്, ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വന്ന്, ദാന ഖാനെ വാലി ചിടിയ. ദാന എന്ന് പറഞ്ഞാല് ധാന്യം, ഖാനെ വാലി എന്ന് പറഞ്ഞാല് തിന്നുന്ന, കഴിക്കുന്ന, ചിടിയ പക്ഷി. ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വന്ന് ധാന്യം തിന്നുന്ന പക്ഷി. ദാന ഖാക്കർ पर फटकाकर चढ़ उड़ जाने वाली चिड़िया. ദാന എന്ന് പറഞ്ഞാല് ധാന്യം തന്നെ, ഖാക്കർ പർ ഫട്കാക്കർ ധാന്യങ്ങൾ തിന്നിട്ട് കഴിച്ചിട്ട്, ചടോട് ജാനേ വാലി ചിടിയ. ചട് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹിന്ദിയിൽ അതിന് വേറൊരു വാക്കും കൂടി ഉണ്ട്, ജൽദി. അതിന് സമാനമായിട്ടുള്ള വാക്കാണ് ജൽദി എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ചടോട് ജാനേ വാലി ചിടിയ. ഉഡ്ജാനേ വാലി എന്ന് പറഞ്ഞാല് പറന്നു പോകുന്ന, ചിടിയ പക്ഷി. ധാന്യം തിന്നിട്ട് ചിറകടിച്ചുകൊണ്ട് പെട്ടെന്ന് പറന്നു പോകുന്ന പക്ഷി എന്നതാണ് ഈ വരിയുടെ അർത്ഥം വരുന്നത്. ഇവിടെ കവി എന്താ പറയുന്നത് എന്നറിയോ? ഇപ്പോ എവിടെയെങ്കിലും വല്ല അരിയോ ഗോതമ്പൊക്കെ ചാടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പക്ഷി കണ്ടാൽ അത് എന്ത് ചെയ്യും? അത് മെല്ലെ ചിറകടിച്ചുകൊണ്ട് താഴേക്ക് വരും അല്ലെ. എന്നിട്ട് ധാന്യങ്ങളാണ് പക്ഷികൾ അധികം കഴിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ധാന്യം തിന്നുന്ന പക്ഷി എന്ത് ചെയ്യും? ഈ ധാന്യങ്ങളൊക്കെ തിന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ചിറകടിച്ചുകൊണ്ട് പറന്നു പോവുകയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിനെ കുറിച്ചാണ് കവി ഈ വരികളിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉड़ उड़ जाने वाली चिड़िया, लाख बुलाऊं लेकिन मेरे पास न आने वाली चिड़िया. इस डाली से उस डाली पर. ഡാലി എന്ന് പറഞ്ഞാല് വേറൊരു വാക്കും കൂടി ഹിന്ദിയിലുണ്ട്, ഫുനഗി എന്നുള്ളതാണ്. ഡാലി എന്നതിന്റെ അർത്ഥം ചില്ല, മരച്ചില്ല എന്നുള്ള അർത്ഥാണ്. ഈ ചില്ലയിൽ നിന്ന് ആ ചില്ലയിലേക്ക് ഉട് ഉട് ജാനേ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ലാക്ക് ബുലാവു ലേക്കിൻ മേരെ പാസ് നാനേ വാലി ചിടിയ. ലാഖ് എന്ന് പറഞ്ഞാല് ലക്ഷം, മേരെ എന്ന് പറഞ്ഞാല് എന്റെ, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, നാനേ വാലി വരാത്ത, ചിടിയ പക്ഷി. അതായത് ഒരുപാട് തവണ, ലക്ഷം തവണ വിളിച്ചെങ്കിലും എന്റെ അടുത്തേക്ക് വരാത്ത പക്ഷി എന്നതാണ് ഈ വരികളുടെ അർത്ഥം വരുന്നത്. നമ്മളൊരു മരത്തില് ഒരു പക്ഷിയെ കണ്ടു കഴിഞ്ഞാല് അത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ അതിനടുത്തേക്ക് വിളിച്ചാലും അത് വരില്ല. കാരണം എന്താ? അവർക്ക് പേടി ഉണ്ടായിരിക്കും. പിന്നെ അവര് പക്ഷികൾ എന്ന് പറഞ്ഞാൽ ആകാശത്ത് ഒരുപാട് സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കുന്നതാണ്. അപ്പൊ അവയെ കൂട്ടിലടയ്ക്കാനുള്ളതാണോ? അല്ല. അപ്പൊ അവർക്ക് പേടി, മനുഷ്യരോടുള്ള പേടി കൊണ്ടും അവരടുത്ത് വരാതിരിക്കും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്.
കവിതയുടെ അവസാനത്തില് ആദ്യത്തെ 4 വരി തന്നെയാണ് ആവർത്തിക്കുന്നത്. നീലി ആസ്മാൻ സെ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉഡ്നെ വാലി ചിടിയ ഉഡ്തി ഗാനെ വാലി ചിടിയ. നീലാകാശത്ത് നിന്ന് ഇറങ്ങി നീല ഒരു അതുല്യമായ പക്ഷി, പാടിക്കൊണ്ട് പറന്നു പോകുന്ന പക്ഷി, പറന്നുകൊണ്ട് പാടുന്ന പക്ഷി എന്നതിലാണ് ഈ കവിത അവസാനിക്കുന്നത്. ക്ലാസ് എടുത്തപ്പോ തന്നെ പ്രധാനപ്പെട്ടതും അതേപോലെ വാക്കുകളുടെ അർത്ഥങ്ങളും ഒക്കെ ഇതേപോലെ ഇങ്ങനെ എഴുതി കൊടുത്തത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ടെക്സ്റ്റിലേക്കോ നോട്ട് ബുക്കിലേക്കോ എഴുതിയിട്ട് നന്നായിട്ട് പഠിക്കുക. കാരണം ഇതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങള് കണ്ടെത്താം. നമൂനെ കെ അനുസാർ വാക്യ ബനായേ. സാമ്പിളുകൾ അനുസരിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിപ്കർ ഗാന എന്നുള്ളത് ഉപയോഗിച്ച് ചിടിയ ചിപ്കർ ഗാത്തി ഹെ, പക്ഷി മറഞ്ഞിരുന്നു കൊണ്ട് പാടുന്നു എന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 3 നമുക്ക് എഴുതാം. പാസ് നാന, പാസ് എന്ന് പറഞ്ഞാല് അടുത്ത്, പക്ഷി അടുത്തു വരില്ല എന്ന് നമ്മൾ കവിതയില് പഠിച്ചിട്ടുണ്ടായിരുന്നു. കവിതയിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഉത്തരങ്ങൾ പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുകളിലത്തെ ചിടിയ താഴേക്ക് എടുത്തെഴുതി. പിന്നെ പാസിന ആന എന്നതിലെ ആന എന്നുള്ള വാക്കിന് പകരമായിട്ട് ആത്തിഹ എന്നെഴുതി. പക്ഷി അടുത്തു വരുമോ? ഇല്ല. ചിടിയ പാസിന ആത്തിഹ, പക്ഷി അടുത്തു വരില്ല എന്ന് എഴുതി കൊടുത്തു. അടുത്തത് ചട് ഉഡ് ജാന. ചട് എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, പക്ഷി പെട്ടെന്ന് പറന്നു പോകുമെന്ന് കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ചട് ഉഡ് ജാനേ വാലി ചിടിയ എന്നാണ് ആ വരി. അപ്പൊ നമുക്ക് അത് എഴുതി നോക്കാം. ചിടിയ എന്നുള്ളത് എടുത്തെഴുതി. ചട് ഉഡ് ജാന എന്നതിലെ ജാന എന്നതിന് പകരമായിട്ട് ജാത്തി ഹെ, പക്ഷി പെട്ടെന്ന് പറന്ന് പോകുന്നു. ചിടിയ ചട് ഉഡ് ജാത്തി ഹെ. അടുത്ത വാക്ക് ദാന ഖാന. ദാന എന്ന് പറഞ്ഞാല് ധാന്യം. പക്ഷി എന്താ കഴിക്കുക? ധാന്യങ്ങളാണല്ലേ. ചിടിയ ദാന ഖാന എന്നതിന് പകരമായിട്ട് ഖാത്തി ഹെ. ചിടിയ ദാന ഖാത്തി ഹെ എന്നെഴുതി. പക്ഷി ധാന്യങ്ങൾ തിന്നുന്നു. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. നമ്മുടെ ചാനലില് കവിത എടുത്തപ്പോ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചോദ്യം വായിക്കാം. സമാൻ അർത്ഥ ഡൂണ്ടേം പത്തേ ഭരേം. സമാനമായ അർത്ഥമുള്ള വാക്ക് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇലകൾ നിറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്ര വാക്ക് തന്നിട്ടുണ്ട് ഇവിടെ? 6 വാക്കുകൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വായിച്ചു നോക്കാം. ജൽദി എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പങ്ക് എന്ന് പറഞ്ഞാല് ചിറക്. ഡാലി എന്ന് പറഞ്ഞാല് ചില്ല. പക്ഷി എന്ന് പറഞ്ഞാല് പക്ഷി തന്നെയാണ്. അനോഖ എന്ന് പറഞ്ഞാല് അതുല്യമായ. ആകാശ് എന്ന് പറഞ്ഞാല് ആകാശം. അപ്പൊ ഇതിന് സമാനമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ കവിതയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാം. സമാനമായ വാക്ക് പ്രത്യേകമായിട്ട് റെഡ് കളറിൽ മാർക്ക് ചെയ്ത് മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ബോക്സിലും ഉണ്ട്. ആകാശ് എന്നുള്ളത് നമ്മുടെ ആ ഇലയിലുണ്ട്. അതിന് സമാനമായിട്ടുള്ള വാക്ക് ആസ്മാൻ എന്നതാണ്. അനോഖ അതുല്യമായ, അതിന് സമാനമായിട്ടുള്ളത് നിരാലി എന്നതാണ്. പക്ഷി എന്നുള്ളതിന് സമാനമായിട്ടുള്ളത് ചിടിയ എന്നതാണ്. അപ്പൊ ഇതൊക്കെ ബുക്കിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. അപ്പൊ ഇനി അടുത്ത വാക്ക് നോക്കാം. ഇവിടെ ഒരു വാക്കാണ് വരുന്നത്. ഡാലി, ചില്ല എന്നതിന് സമാനമായിട്ട് ഫുനഗി എന്നുള്ള വാക്കാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ സമാനമായ അർത്ഥമുള്ള 2 വാക്കുകളാണ് വരുന്നത്. പങ്ക്, ചിറകിന് പർ എന്നും പറയും. ജൽദി, പെട്ടെന്ന് എന്നുള്ള വാക്കിന് സമാനമായിട്ടുള്ളത് ഛട് എന്നാണ്. അപ്പൊ നമുക്കിനി ഇതാ ഇലയിലേക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വരുന്നത്. ജൽദി എന്ന വാക്കിന് സമാനമായിട്ടുള്ളത് ഛട് എന്നാണ്. പങ്ക് പർ, ഡാലി ഫുൻഗി, പക്ഷി ചിടിയ, അനോഖ നിരാലി, ആകാശ് ആസ്മാൻ.
പിന്നെ നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. കാരണം പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാവുന്നതാണ്. ഓരോ വാക്കുകളുടെയും അർത്ഥം എന്തായാലും പഠിച്ചു വെക്കുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് സമാനമായിട്ടുള്ള വാക്കുകൾ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. പങ്ക്തിയ ഡൂണ്ടേം ലിഖേം. പങ്ക്തിയ എന്ന് പറഞ്ഞാല് വരികൾ കണ്ടുപിടിക്കുക, എഴുതുക എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് കുറച്ച് ആശയങ്ങളാണ്. ഇതേ ആശയമുള്ള വരികൾ നമ്മൾ കവിതയിൽ നിന്ന് എടുത്തെഴുതണം. അപ്പൊ ഇവിടെ ഞാൻ ഉത്തരം എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു തരാം. ചിടിയ ഏക് ഡാലി സി ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ. ചിടിയ പക്ഷിയാണ്, ഡാലി എന്ന് പറഞ്ഞാല് ചില്ല. പക്ഷി ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പറന്നു പോകുന്നു. ഇവിടെ ഞാൻ റെഡ് കളറില് ഡാലി എന്നും ഉഡ് എന്നുള്ളതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് ഡാലി ഉഡ്, അതായത് വാക്കുകൾ ഈ ക്വസ്റ്റ്യനിലുള്ള അതേ വാക്ക് കവിതയിലുണ്ടോ എന്ന് തെരഞ്ഞു നോക്കുക. അതേപോലെ തന്നെ വാക്കുകളുടെ അർത്ഥം പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചിടിയ ലോഗോं के पास नहीं आती है. ലോഗ് എന്ന് പറഞ്ഞാല് ആളുകളാണ്, പാസ് എന്ന് പറഞ്ഞാല് അടുത്ത്. പക്ഷി ആളുകളുടെ അടുത്ത് വരില്ല. ഇപ്പൊ കവിതയില് പാസ് എന്ന് വരുന്ന വാക്ക് എവിടെയാണെന്ന് തെരഞ്ഞു നോക്കുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലുള്ള സെയിം വാക്ക് എവിടെയാണെന്ന് തെരഞ്ഞു നോക്കിയാൽ മതി. ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് നാനെ വാലി ചിടിയ എന്നുള്ള വരിയാണ് വരുന്നത്. ചിടിയ ഏക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ എന്നതിന് സമാനമായ ആശയമുള്ള വരി ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ എന്നതാണ്. അടുത്ത ചോദ്യം, ചിടിയ ലോഗോं के पास नहीं आती है. ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ എന്നതാണ് അതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചിടിയ പത്തോമേ ചിപ്പുക്കർ ഗാത്തി ഹെ. പത്ത എന്ന് പറഞ്ഞാല് ഇലയാണ്, ചിപ്പിക്കർ മറഞ്ഞിരുന്നുകൊണ്ട്. അപ്പൊ അത് രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾ നമ്മുടെ കവിതയിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ കവിതയിൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താം. ഇത് കവിതയിലെ രണ്ടാമത്തെ സ്റ്റാൻസിയാണ്. അതിലെ മൂന്നാമത്തെയും നാലാമത്തെയും വരിയാണ് ഉത്തരം വരുന്നത്. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്പുക്കർ ഗാനേ വാലി ചിടിയ എന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. ചിടിയ ദാന ഖാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. ദാന എന്ന് പറഞ്ഞാല് ധാന്യാണ്, ഖാക്കർ കഴിച്ചിട്ട് തിന്നിട്ട്, ജൽദി എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, പക്ഷി ധാന്യം തിന്നിട്ട് പെട്ടെന്ന് പറന്നു പോകുന്നു. അപ്പൊ ഇതിന്റെ സമാനമായിട്ടുള്ള അർത്ഥം കവിതയിൽ എവിടെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഉത്തരം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൂന്നാമത്തെയും നാലാമത്തെയും വരി ദാനാ ഖാക്കർ പർഫട്ട് കാക്കർ ചടോട് ജാനേ വാലി ചിടിയ എന്നതാണ് ഉത്തരം വരുന്നത്. അപ്പൊ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലായല്ലോ. ദാന എന്നുള്ള വാക്ക് കവിതയിലുണ്ട്, ഖാക്കർ എന്നുള്ള വാക്കും കവിതയിലുണ്ട്, ഉഡ് എന്നുള്ള വാക്കും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ഇത് ശ്രദ്ധിച്ചിട്ട് ഉത്തരം എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ വാക്കുകളുടെ അർത്ഥവും പഠിച്ചു വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ചോദ്യം വരുമ്പോ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാനും ശരിയായ ഉത്തരങ്ങൾ എഴുതാനും സാധിക്കുക. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരങ്ങൾ എഴുതാം. കവിതാസെ ചുൻകർ ലിഖേം. കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉഡ്നേവാലി. ഉഡ്നേവാലി എന്ന് പറഞ്ഞാല് പറക്കുന്ന. ഇപ്പൊ കവിതയിൽ നിന്ന് വാലി, അതായത് ചെയ്യുന്ന എന്ന അർത്ഥമുള്ള വാക്കുകൾ എടുത്തെഴുതണം. അപ്പൊ നമ്മൾ കവിത പഠിച്ചപ്പോൾ ഒരുപാട് വാക്കുകൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കവിതയിൽ നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതാം. ഇവിടെ രണ്ട് വാക്കുകളാണ് വരുന്നത്. ഉടനേവാലി, അത് നമ്മുടെ ടെക്സ്റ്റില് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴെയുള്ളത് എടുത്തെഴുതാം. ഗാനേവാലി, പാടുന്ന എന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇനി അടുത്ത വരിയിലെ വാക്ക് നോക്കാം. ഇവിടെ രണ്ട് വാക്കുകളാണ് വരുന്നത്. ജാനേവാലി, ഗാനേവാലി. ഗാനേവാലി എന്നുള്ള വാക്ക് മുന്നത്തെ വരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാനേവാലി എന്നുള്ളത് നമുക്ക് എടുത്തെഴുതാം.
ഇനി അടുത്ത വരിയിലുള്ള വാക്കുകൾ നോക്കാം. ഇവിടെയും 2 വാക്കുകളാണ് വരുന്നത്. ഖാനെ വാലി തിന്നുന്ന, ജാനെ വാലി മുൻപ് 2 തവണയും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വരിയിലുള്ള ഈ വാക്ക് നോക്കാം. ഇവിടെയും ജാനെ വാലി എന്നുള്ള വാക്ക് ഉണ്ട്, പിന്നെ ആനെ വാലി എന്നുള്ള വാക്കാണ് വരുന്നത്. അപ്പൊ നമുക്കിനി അത് എഴുതി കൊടുക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ജാനെ വാലി എന്നുള്ള വാക്ക് 2 തവണ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഉടനെ വാലി, ജാനെ വാലി, ആനെ വാലി, ഗാനെ വാലി, ഖാനെ വാലി, ജാനെ വാലി. പിന്നെ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. ऊपर के नमूने के अनुसार शब्द बनाए. മുകളിലത്തെ പാറ്റേൺ സാമ്പിളുകൾ അനുസരിച്ച് വാക്കുകൾ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 വാക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. പി, ദേഖ്, ബീഗ്, കർ. അതിന്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പീനെ വാലി, ദേഖ്നെ വാലി, ബീഗ്നെ വാലി, കർനെ വാലി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. പങ്ക്തിയാം ജോഡേ. പങ്ക്തിയാം വരികൾ കൂട്ടിച്ചേർക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് കവിത എഴുതാന് ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കാം. ഗോൻസ്ല ബനാന, പാനി പീന, ബാരിഷ് മേ ഭീഗന, പ്യാർ കർന. അപ്പൊ ഇത് കവിതയാക്കിയിട്ട് എഴുതി നോക്കാം. ഇങ്ങനെയാണ് കവിത വരുന്നത്. നമ്മുടെ നീലി ചിടിയ എന്ന കവിതയിലെ ആദ്യത്തെ 4 വരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മുഴുവനായിട്ട് ഒരുമിച്ച് വായിച്ചു നോക്കാം. നീലി ആസ്മാൻ സെ ഉത്തരി, നീലി ഏക് നിരാലി ചിടിയ, ഗാത്തി ഉഡ്നെ വാലി ചിടിയ, ഉഡ്തി ഗാനെ വാലി ചിടിയ, घोंसला बनाने वाली चिड़िया, पानी पीने वाली चिड़िया, बारिश में भीगने वाली चिड़िया, प्यार करने वाली चिड़िया. അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. കാരണം ഇതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടാവുക. അർത്ഥങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പോയി കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.